ഹായ് മകളെ, മെന്റലിന്റെ ജെനറ്റിക്സിനെ കുറിച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. മോണോ ഹൈബ്രിഡ് ക്രോസ്, ഡൈ ഹൈബ്രിഡ് ക്രോസ്, ഇതൊക്കെ. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തകരമായി, അതായത് ജെനറ്റിക്സിൽ മെന്റൽ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തകരമായി കുറേ ട്രൈറ്റുകളും കാര്യങ്ങളും ഉണ്ട്. അതാണ് ഇന്ന് നമ്മളുടെ വിഷയം, നോൺ മെന്റൽ ഇൻഹെറിറ്റൻസ്. നോൺ മെന്റൽ ഇൻഹെറിറ്റൻസിലേക്ക് വരുന്ന സമയത്ത് ആദ്യത്തെ നമ്മൾ പഠിക്കുന്ന ഒരു സാധനമുണ്ട്, ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്നത്. അതായത് സാധാരണ മെന്റൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഒരു ചുവന്ന പൂവുള്ള ചെടിയും വെളുത്ത പൂവുള്ള ചെടിയും തമ്മിൽ ഹൈബ്രിഡൈസ് ചെയ്ത് അതിൽ നിന്നൊരു കുട്ടി പൂവ് ഉണ്ടാകുന്ന സമയത്ത് അത് ഒന്നെങ്കിൽ ചുവപ്പാണ് വരാൻ ചാൻസ്, വെള്ള വരാൻ ചാൻസേ ഇല്ല. ചുവപ്പാണ് അവിടെ ഡോമിനേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏറ്റവും മുകളിലേക്ക് വരുന്നത്. മറ്റേതിന് മറഞ്ഞിരിക്കുവാണ്, അല്ലെങ്കിൽ വെള്ള കളറുള്ള ആ ഒരു ജീൻ എന്ന് പറയുന്നത് ഹിഡൻ ട്രൈറ്റ് ആയിട്ടാണ് നിൽക്കുന്നതെന്ന്. എന്നാൽ മെന്റലിനെ കടത്തിവെട്ടി നോൺ മെന്റലിൻ ഇൻഹെറിറ്റൻസിൽ ഈ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ 4 മണി പൂക്കളിൽ ചുവന്നതും വെളുത്തതും തമ്മിൽ ഹൈബ്രിഡൈസ് ചെയ്തപ്പോൾ ഉണ്ടായത് ഒരു പിങ്ക് കളർ പൂവെന്നാണ്. കാരണം ചുവന്ന പൂവിന്റെ അലിലിന് കംപ്ലീറ്റ് ആയിട്ട് വെളുത്ത പൂവിന്റെ അലിലിനെ മാസ്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു, രണ്ടും കൂടെ മിക്സ് ആയിട്ട് ഒരു പുതിയ കളർ, പിങ്ക് കളർ വന്നു. ഇങ്ങനെ ഒന്നിനെ കംപ്ലീറ്റ് ആയിട്ട് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്ന സാഹചര്യത്തിൽ ഉണ്ടായ ഈ ഒരു ട്രൈറ്റാണ് നമ്മൾ, അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സിനാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്നത്. ഒന്നല്ല, ഇനി രണ്ടാമത്തേത് കൂടിയുണ്ട്, അതാണ് നമ്മുടെ കോ ഡോമിനൻസ് എന്ന് പറയുന്നത്. ഈ കാണുന്നത് നമ്മുടെ ഒരു ബ്രൗൺ പശുവാണ്, ഈ കാണുന്നതോ ഒരു വെളുത്ത പശുവാണ്. ഇവർ രണ്ടാൾക്കാരും കൂടെ തമ്മിൽ ഹൈബ്രിഡൈസ് ചെയ്ത് ഉണ്ടായ കുട്ടി എന്ന് പറയുന്നത് പുള്ളി പശുവാണ്. നമ്മൾ പലതരത്തിലുള്ള പശുക്കളെ കണ്ടിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് പുള്ളി പശു വരുന്നത്? മെന്റൽ പറഞ്ഞ പ്രകാരം ഒന്നെങ്കിൽ ബ്രൗൺ ഡോമിനേറ്റ് ചെയ്ത് വരണം എന്നാണ് വരേണ്ടത്. പക്ഷെ ഇവിടെ രണ്ടാൾക്കാരുടെ ജീനും ഒന്നിച്ച് പ്രകടമായി. അതുകൊണ്ടാണ് ഉണ്ടായ പശുവില് കറുപ്പും വെളുപ്പും, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ ബ്രൗൺ ആൻഡ് വൈറ്റ് മിക്സഡ് ആയിട്ട് വരുന്നത്. ഈ ഒരിതിനെ നമ്മൾ പറയുന്നത് കോ ഡോമിനൻസ് എന്നാണ്. രണ്ടലിന്റെ ട്രൈറ്റ് ഒന്നിച്ച് പ്രകടമാവുന്നു. കിട്ടിയല്ലോ. ഇനി മൂന്നാമത്തെ നോക്കാം. നമുക്ക് എല്ലാവരുടെ ശരീരത്തിൽ വിവിധ തരം ബ്ലഡ് ഗ്രൂപ്പുകളാണുള്ളത്, എ ബി, എ ബി, ഒ എന്നും പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വ്യത്യസ്ത കളർ? ആൻഡ് ഇനി എ ബി ഒ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന സമയത്ത് തന്നെ എ ബി ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാൾക്ക് എന്റെ ജീനും വേണം, ബിന്റെ ജീനും വേണം, അത് കൂടാതെ ഒയിനെ റെപ്രസെന്റ് ചെയ്ത ജീനും വേണം. അപ്പം ഈ ഒന്നിൽ കൂടുതൽ അലിലുകൾ ഒന്നിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണമെന്ന് പറയുന്നതിനാണ് നമ്മൾ മൾട്ടിപ്പിൾ അലിലിസം എന്ന് പറയുന്നത്. അപ്പോൾ എ ബി ആൻഡ് ഐ, നമ്മൾ പറയും ഐ എ, ഐ ബി, ഐ, ഈ 3 വരുമ്പോഴാണ് അവിടെ എ ബി ബ്ലഡ് ഗ്രൂപ്പ് പ്രസന്റ് ആവുന്നത്. സോ ഒന്നിൽ കൂടുതൽ അലിലുകൾ വെച്ച് പ്രകടമാവുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിനെ മൾട്ടിപ്പിൾ അലിലിസം എന്ന് പറയുന്നത്. കഴിഞ്ഞോ? ഇല്ല. നാലാമത്തേതാണ് നമ്മുടെ പോളിജെനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ നോൺ മെന്റലിൻ ഇൻഹെറിറ്റൻസിൽ നാലാമത്തേതും അവസാനത്തുമായതാണ് പോളിജെനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. പോളി എന്ന് പറഞ്ഞാൽ എന്താ? മെനി, അല്ലെങ്കിൽ കുറേ എന്നാണ് അർത്ഥം. നമ്മുടെ പലർക്കും പല സ്കിൻ കളറാണ് അല്ലേ? ആഫ്രിക്കൻസിലുള്ളവർക്ക് നമുക്ക് കാണാം ഡാർക്ക് സ്കിൻ ടോൺ ആണ്, ചിലർക്ക് ഫെയർ ആണ്, ചിലർക്ക് ഭയങ്കര വൈറ്റ് ആയിട്ടുള്ള സ്കിൻ ടോൺ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിന് കാരണം എന്താന്ന് വെച്ചാൽ, നമ്മുടെ സ്കിന്നിന് കളർ നൽകുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ഐസിന്റെ ഈ ഒരു ഐറിസിന്റെ നിറം നൽകുന്നതൊക്കെ മെലാനിന്റെ പ്രൊട്ടക്ഷൻ വഴിയാണ്. അപ്പൊ ഈ മെലാനിൻ എന്ന പിഗ്മെന്റ് കൂടാനും കുറയാനും ചാൻസ് ഉണ്ട്. കൂടിയാൽ അത് ഡാർക്ക് കളറിലേക്ക് പോകും, കുറയുമ്പോൾ അത് വൈറ്റ് ടോണിലേക്കാണ് വരുന്നത്. ഈ മെലാനിന്റെ പ്രൊട്ടക്ഷൻ കൂടാനും കുറയാനും കാരണം ജീനുകൾ വരുന്നതിനനുസരിച്ചാണ്. അപ്പൊ ഒന്നിൽ കൂടുതൽ ജീനുകൾ റെപ്രസെന്റ് ചെയ്യുമ്പോഴനുസരിച്ച് മെലാനിന്റെ പ്രൊഡക്ഷൻ കൂടാം കുറയാം. ആ വേരിയേഷൻ അനുസരിച്ചാണ് നമ്മുടെ പല സ്കിൻ ടോൺ കാണാൻ കഴിയുന്നത്. അപ്പം സ്കിൻ കളർ, അല്ലെങ്കിൽ നമ്മുടെ ത്വക്കിന്റെ നിറം എന്ന് പറയുന്നത് പോളിജെനിക് ഇൻഹെറിറ്റൻസിന് എക്സാമ്പിൾ ആയിട്ട് വരും. സോ ഇത്രയുമാണ് നമ്മുടെ നോൺ മെന്റലിൻ ഇൻഹെറിറ്റൻസിൽ വരുന്നത്. 4 പഠിക്കാം, 4ന്റെയും എക്സാമ്പിൾസ് പഠിക്കാം, 4ന്റെയും പ്രിൻസിപ്പിൾസ് പഠിക്കാം. ഇത്രയും പഠിച്ചാൽ ഈസി ആയിട്ട് ഈ കോൺസെപ്റ്റ് കിട്ടി. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വീണ്ടും വരാം. ആൻഡ് ഇത് കൂടാതെ തന്നെ നമ്മൾ പഠിക്കുന്ന ഒന്നാണ് വേരിയേഷൻ എന്ന് പറയുന്നത്. വേരിയേഷന് കാരണമാവുന്ന 2 പ്രോസസ്സ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തേക്ക്. See you soon. Bye.